വെട്ടിമറിക്കേണ്ട, കളനാശിനിയും കീടനാശിനിയും തൊടിക്കുകയേ വേണ്ട. എന്നാൽ വിളവോ 100 മേനി ലഭിക്കും, അതും പൂർണ്ണ ജൈവികോൽപ്പന്നങ്ങൾ. കാർഷിക രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു കൃഷിരീതിയുടെ പരീക്ഷണത്തിലാണ് കാസർകോട്ടെ ഈ കുടുംബം. അതും ഒരു ഇന്റർനാഷണൽ പരീക്ഷണം. പുത്തികെ പേരാൽ കർഷകനായ കൃഷ്ണ ആൾവയും മകൻ അശ്വിനി ആൾവയും ചേർന്നാണ് ജപ്പാനീസ് കൃഷിരീതിയായ ഫുക്കുവോവ നമ്മുടെ മണ്ണിൽ പരീക്ഷിക്കുന്നത്. ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഫുക്കുവോവ തന്നെയാണ് ഈ കൃഷിരീതി വികസിപ്പിച്ചത്. ജർമ്മനിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അശ്വിനി ആൾവയാണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. നാട്ടുകാർ ആദ്യമൊക്കെ നെറ്റിച്ചുളിച്ചെങ്കിലും കൃഷിഭവനും പഞ്ചായത്തുമൊക്കെ പൂർണ്ണ പിന്തുണ നൽകിയതോടെ പ്രചോദനമായി. 1 രൂപ പോലും വാങ്ങാതെ സുഹൃത്ത് കുഞ്ഞാമു 2 ഏക്കർ ഭൂമി കൂടി പാട്ടത്തിന് നൽകിയതോടെ അച്ഛനും മകനും കൈമൈ മറന്ന് മണ്ണിലിറങ്ങി. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പാടം വൃത്തിയാക്കിയത്. കുറച്ചു ഭാഗത്ത് നെൽവിത്തിനമായ ആർദ്രയും കുറച്ചു ഭാഗത്ത് കുട്ടിപ്പുഞ്ചയും വിതച്ചു. ഈ കൃഷിക്ക് മണ്ണിൽ മിക്സ് ആക്കുന്നതുകൊണ്ട് അത് അങ്ങനെ വലിയ വിത്ത് വരാൻ മുങ്കയെന്ന് പറയുന്നത് വെളുത്ത വേര് വരുന്നത് അത്രയുള്ള കാക്കില്ല. അപ്പോൾ അതിന് സേഫ് ആക്കാൻ വേണ്ടി പിന്നെ അത് കണ്ടത്തിൽ മുളച്ചോളൂ. ഇപ്പോൾ കണ്ടില്ല മുളക്കും അത് പിന്നെ പിറ്റേന്ന് 3-ാമത്തെ ദിവസം മണ്ണിൽ ഉണ്ടാക്കിയിട്ട് ചെറിയ ഗോളി നമ്മൾ നെല്ലിക്കായിൻ്റെ അത്ര മണ്ണാക്കിയിട്ട് ഇങ്ങനെ ഇടും. ശരിക്കും ഒറ്റ ഒന്ന് മതിയല്ലേ അത് വളരെ ഒറ്റ ഒരു നേജ് മതി നമ്മൾ കണ്ടതല്ലേ. അത്ര 10 ഇതായിട്ട് വരും അത്. പിന്നെ ഇടുമ്പം കുറച്ചധികം അത് അവരില്ലല്ലോ. അതിൽ ഒരു ഉണ്ടയിൽ 1 തന്നെ ഉണ്ടോ 2 10 ഒന്നും അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് അധികം എണ്ണ ഇടും. പേടിയാവും ഇത് വരുവോ ഇല്ലെന്ന്. ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തും മറ്റൊരു ദിവസം നനവില്ലാതെയും വെച്ച വിത്തുകൾ പ്രത്യേകം തയ്യാറാക്കിയ ഉരുളകളിൽ നിക്ഷേപിക്കും. ഇത് മണ്ണിലേക്ക് എറിയുന്നതാണ് വിത്തിടൽ രീതി. കൃഷ്ണയും അശ്വിനിയും പരീക്ഷണാർത്ഥം നടത്തിയ നെൽകൃഷി പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട, വെള്ളം അല്ലെങ്കിൽ മറ്റേ കളവറിക്കോ മറ്റേ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് സൂക്ഷിക്കണം. നമ്മൾ ഡെയിലി നോക്കണം എങ്ങനെ നോക്കണം. പന്നി വരാതെ പോലെ പിന്നെ നവിൽ വരാതെ പോലെ അത് എങ്ങനെ നോക്കണം. അതിപ്പോൾ അതിൽ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പന്നി വരാതെ പോലെ ഇപ്പോൾ മോനെ ഒരു ഐഡിയ പറഞ്ഞു നിന്ന് അത് ചെയ്ത് കാണിക്കണം. ഇപ്പം ഈ നെല്ലെല്ലാം സൂക്ഷിക്കുന്നത് മുകളിലാണല്ലേ ഈ ഭരണിയിൽ? വിത്ത് സൂക്ഷിക്കുന്നത് വരലിയാണ്. സ്റ്റോക്ക് ഇതിലാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു കൃഷി കണ്ടിട്ട് ആൾക്കാർക്കൊരു കൗതുകം ഉണ്ടാവുമല്ലേ നിലവിൽ? ഉണ്ടാവണമല്ലോ. ഉണ്ടായിട്ടല്ലേ അവർ സക്സസ് ആയാൽ എല്ലാവരും ഫോളോ ആക്കിയിട്ട് കേരളത്തിൽ മൊത്തം ഒരു തുണ്ട് തരശവും ഇല്ലാതെ ആയാൽ അപ്പോൾ സന്തോഷമാണ്. അതാണ് സ്വപ്നം കൂടിയല്ലേ? അതാണ് സ്വപ്നം. ഒരു തണ്ടിൽ തന്നെ 500ഓളം നെൽമണികൾ വിളയുമെന്ന് കൃഷ്ണ പറയുന്നു. വിളവെടുക്കുമ്പോൾ നെൽക്കതിർ മാത്രമാണ് പറിച്ചെടുക്കുക. ചെടിയുണങ്ങി മണ്ണിന് വളമാകും. നെൽകൃഷി വിജയിച്ചാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കൃഷ്ണയുടെയും അശ്വിനിയുടെയും തീരുമാനം. പ്രകൃതി സൗഹാർദ്ദപരമായ ഇത്തരം കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നാണ് കൃഷി ഓഫീസർ ദിനേശ് പറയുന്നത്. കൃഷ്ണയുടെയും അശ്വിനിയുടെയും പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ തരിശുപാടങ്ങൾ കണ്ടെത്തി കൃഷി വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയിലാണ് കൃഷി വകുപ്പ്. ഇ ടി വി ഭാരത്, കാസർഗോഡ്.